ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മഴതോരും മുമ്പ് സീരിയലിൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നമ്മുടെ വൈജയന്തി കാത്തിരിക്കുകയാണ് ബാലചന്ദ്രൻ വരുമ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട്. സ്വർണം കൊടുത്തതിനും സാരി വില കൂടിയ സാരി വാങ്ങിച്ചു കൊടുത്തതിനും പിന്നെ അവളെ കൊണ്ടാക്കിയത് എവിടെയാണെന്ന് അറിയണം. അവിടെ കൊണ്ടാക്കിയിട്ട് എന്തിനാണ് തിരിച്ചു ഇത്ര താമസിച്ചതെന്ന് അറിയണം. അതിനൊക്കെ വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മുടെ വൈജയന്തി. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ ബാലചന്ദ്രൻ തിരിച്ച് വീട്ടിലേക്ക് എത്തുവാട്ടോ. വൈജയന്തി അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. വരുന്നുണ്ട് വെച്ചിട്ടുണ്ട് ഞാൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ബാലചന്ദ്രൻ വരുമ്പോഴേക്കും വൈജയന്തി ചോദിക്കുന്നുണ്ട്, എവിടെയായിരുന്നു നിങ്ങൾ ഇതുവരെ? വൈജയന്തിനെ ഒന്ന് നോക്കാണ് ബാലചന്ദ്രൻ. വൈജയന്തി വീണ്ടും ചോദിക്കണ്ടേ, ഞാൻ ചോദിച്ചത് കേട്ടില്ല, നിങ്ങൾ എവിടെയായിരുന്നു എന്ന്. ഞാൻ എവിടെയെങ്കിലും ഒക്കെ പോവും, അതിന് നിനക്കിപ്പോൾ എന്താ? നീ പോകുമ്പോൾ ഞാൻ അന്വേഷിക്കാറുണ്ടോ നീ എവിടെയായിരുന്നു, ആരുടെ കൂടെ ആയിരുന്നു, എന്ത് ചെയ്യുമായിരുന്നു എന്നൊക്കെ? അതെന്താ ബാലചന്ദ്ര അങ്ങനത്തെ ഒരു സംസാരം? ഒരു സംശയത്തിന്റെ പേരിൽ ഞാൻ ആരുടെ കൂടെ ആയിരിക്കും എന്നൊക്കെ ചോദിക്കുന്നത് ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കല്ലേ, ഞാൻ ആരുടെങ്കിലും കൂടെ പോയോന്ന്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഞാൻ ചോദിക്കാറുണ്ടോ? ഇല്ലല്ലോ പറയുമ്പോഴേക്കും ബാലചന്ദ്രൻ ചോദിച്ച രീതി ഒട്ടും ശരിയായില്ല കേട്ടോ. ഞാൻ ചോദിച്ച രീതി എന്ത് ശരിയല്ല നീ പറയണത്? ഓരോരുത്തരുടെ മനസ്സിന്റെ ഇരിപ്പ് നമുക്കറിയില്ലല്ലോ. അവർ മനസ്സിൽ എന്തൊക്കെ വെച്ചിട്ട് നമ്മൾ സംസാരിക്കുന്നത് പോലും നമുക്കറിയില്ല. പിന്നെ മുമ്പ് എങ്ങനെയായിരുന്നു എന്നും അറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ചോദിക്കാനേ പറ്റുള്ളൂ. അതുകൊണ്ട് നീ ആരുടെ കൂടെ പോയി, ആരുടെ കൂടെ കിടന്നു, ആരുടെ കൂടെ ചുറ്റിക്കറങ്ങി എന്നൊന്നും അന്വേഷിച്ച് വന്നിട്ടില്ലല്ലോ. അഥവാ അന്വേഷിച്ച് വരാണെങ്കിൽ വൈജയന്തി നീ തന്നെയായിരിക്കും പശ്ചാത്തപിക്കുന്നത്, നീ തന്നെയായിരിക്കും പൊട്ടിക്കരയേണ്ടത്. അതാലോചിച്ചോ എന്ന് പറഞ്ഞിട്ട് അകത്ത് കയറി പോകണം ബാലചന്ദ്രന്റെ സംസാരം കേൾക്കുമ്പോൾ വൈജയന്തിക്ക് ആകെ വല്ലാത്ത പോലെ തോന്നും കേട്ടോ. ഇതെന്താ ബാലചന്ദ്രൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അതിനുശേഷം നമ്മുടെ കൃഷ്ണമോൾ ചോദിക്കണ്ടേ, അമ്മക്ക് തൃപ്തിയായാലോ, കിട്ടേണ്ടതൊക്കെ കിട്ടിയാലോ, സമാധാനായല്ലോ? അല്ല, അമ്മയുടെ അടുത്ത് ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ ഇങ്ങോട്ടേക്ക് വരാനായിട്ട്? അമ്മേനെ ഞങ്ങൾ ആരെങ്കിലും അങ്ങോട്ട് വന്ന് ക്ഷണിച്ചോ? അറ്റ്ലീസ്റ്റ് ഫോണിലൊഴെങ്കിലും ക്ഷണിച്ചോ അമ്മ ഇങ്ങോട്ട് വാ അമ്മേന്ന്? ഇല്ലല്ലോ. പിന്നെ എന്തിനാ അമ്മ ഇങ്ങോട്ടേക്ക് വന്നത്? അതും വന്ന ഉടനെ തന്നെ അച്ഛൻ്റെ നേരെ ഒരു കടിച്ചു കയറല്, അച്ഛനെ ഭരിക്കാൻ വരല്ലേ? അതെ, ഞങ്ങളുടെ അച്ഛനാണ്. അച്ഛനെ ഭരിക്കാൻ നിന്നാലേ ഞങ്ങൾ മക്കള് കണ്ടിരിക്കില്ല. ഓഹോ, അങ്ങനെയൊക്കെ ആയോടി? അപ്പോ നിന്റെ അമ്മ ഒരു മാസം ഇവിടെ നിന്ന് മാറി നിന്നപ്പോഴേക്കും നിന്റെ അച്ഛനെന്ന് വെച്ചാൽ നിനക്ക് അങ്ങനെ ആയോ? നിന്റെ അമ്മ എന്ന് വെച്ചാൽ എനിക്ക് ഒരു വിലയില്ലേ? ബബിത പറയണ്ട്, വില തരേണ്ടത് ഓരോരോ പ്രവൃത്തികൾ കൊണ്ടാണ്. അമ്മ ഈ രീതിയിൽ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വലിയ വേലയൊന്നും തരാൻ വേണ്ടി പോകുന്നില്ല. പിന്നെ അമ്മ എവിടേക്കാണോ വന്നത് അവിടേക്ക് തന്നെ തിരിച്ചു പോകേണ്ടി വരും. ഞങ്ങൾ അന്വേഷിക്കാനോ പിടിക്കാനോ ഒന്നും വരുന്നില്ല. ഇതെല്ലാം അവളുടെ ട്രെയിനിങ് ആയിരിക്കും. അലീനയാടാ എല്ലേടി, അവള് കണ്ടിണ്ടാവും അമ്മ വരുമ്പോൾ പുച്ഛത്തോടെ നിൽക്കണം, അമ്മനെ ബഹുമാനിക്കേണ്ടെന്ന്. അലീന ചേച്ചി ഒരിക്കലും അങ്ങനെ പറയില്ല. ഇത് തന്നെയാ അമ്മയുടെ കുഴപ്പം. അമ്മ എത്രയൊക്കെ കിട്ടിയാലും മാറില്ലല്ലേ? എല്ലാവരും ഒരു തിരിച്ചടി കിട്ടുമ്പോൾ മാറുമെങ്കിലും ചെയ്യും, അമ്മ ഒരിക്കലും മാറില്ല അല്ലേ അമ്മ? കഷ്ടം തന്നെ എന്ന് പറഞ്ഞിട്ട് ബബിതയും കൃഷ്ണമോളും അവിടെ നിന്ന് പോവാട്ടോ. വൈജയന്തി ചോദിക്കണം, രോഹി നിന്റെ അഭിപ്രായം ഇങ്ങനെ തന്നെയാണോ? ഇതിനേക്കാളും മോശം അഭിപ്രായം എനിക്ക് പറയാനുള്ളത്. പിന്നെ എന്നെ കൊണ്ട് അധികം ഒന്നും പറയിപ്പിക്കണ്ട, അമ്മയായി പോയി എന്ന് പറഞ്ഞിട്ട് രോഹിയും അകത്തേക്ക് പോവാട്ടോ. പോയല്ലോ, എല്ലാരും പോയി, ആർക്കും എന്നൊരു വിലയില്ല, ഈ വീട്ടിലിപ്പോ എനിക്കൊരു വിലയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വൈജയന്തി എല്ലാത്തിനും അവളാ കാണാം. ലീന അവളിപ്പിന്റെ കൈ കിട്ടിയാറുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പിറുപിറുത്തോണ്ടിരിക്കാട്ടോ. ശേഷം രേവതി അലീനെ വിളിക്കണ്ട്. ഹലോ അലീന ചേച്ചി, ചേച്ചി ഇപ്പൊ ഇത് എവിടെയാ? ഞാൻ ഇന്നലെ രാത്രി വിളിപ്പോ കിട്ടിയില്ലല്ലോ. എടി മോള് ഇന്നലെ രാത്രി കുറച്ച് നേരത്തെ കിടന്നു. അത് കൊള്ളാലോ. സാധാരണ എല്ലാ പാത്രവും കഴുകി വെച്ച് എല്ലാ പണികളൊക്കെ ചെയ്തു ഉറങ്ങുമ്പോ 12 മണി ആവുമല്ലോ, അതുകൊണ്ടാ ചോദിച്ചത്. ഇവിടെ അങ്ങനെ പണിയൊന്നും ചെയ്യാനില്ല. മാത്രല്ല കറക്റ്റ് 9 മണി നേരം സമയം ഉണ്ടെങ്കിൽ കിടന്നുറങ്ങണമെന്ന ഓർഡർ. ആരുടെ ഓർഡർ? ഞാൻ നിന്നോട് പറഞ്ഞില്ലല്ലോ, അച്ഛൻ എന്നെ കൊണ്ടുവന്നാക്കിയത് സ്റ്റാൻലി ജോസഫ് എന്ന് പറഞ്ഞ ഒരാളുടെ വീട്ടിലേക്കാ. സ്റ്റാൻലി ജോസഫ് എന്ന് പറയുമ്പോഴേക്കും അതെ, അതായത് എൻ്റെ റിയൽ പപ്പ വൈജയന്തിക്കും സ്റ്റാൻലി ജോസഫിനും ഉണ്ടായതാണ് ഞാൻ അലീന എന്ന് പറയുമ്പോൾ, ചേച്ചി അപ്പൊ ചേച്ചിയുടെ യഥാർത്ഥ അച്ഛൻ? അതെ, അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ. അദ്ദേഹത്തിന്റെ വീട്ടില് ചേച്ചി എന്നിട്ട് പറഞ്ഞില്ലല്ലോ? ഞാൻ പോലും അറിഞ്ഞില്ല, ഒന്നും എന്നെ അറിയിച്ചില്ല. അച്ഛനിവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴാ ഞാൻ പോലും അറിയണത് എന്നിങ്ങനെ പറയാണ്. അപ്പോഴേക്കും നമ്മുടെ രേവതി കുട്ടിക്ക് ഷോക്ക് ആവാട്ടോ. എങ്കിലും അങ്കിൾ ചെയ്തത് വളരെ നല്ല കാര്യം തന്നെയാണ്. ചേച്ചിനെ സ്വന്തം അച്ഛൻ്റെ അടുത്ത് തന്നെ കൊണ്ട് ആക്കിയല്ലോ. അച്ഛനല്ല മോളെ, പപ്പ. എൻ്റെ അച്ഛൻ എപ്പോഴും ബാലചന്ദ്രൻ തന്നെ ആയിരിക്കും. അല്ല ചേച്ചി, അവിടെ ആരൊക്കെയുണ്ട്? ഇവിടത്തെ പോലെ തന്നെയാണോ അതോ അവിടെ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അത് ഇവിടത്തെക്കാളും ഭയങ്കരമാണോ? ഞാൻ ആരെയും കണ്ടില്ല മോളെ. ഇവിടെ അദ്ദേഹത്തിന്റെ എസ്റ്റേറ്റിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ അദ്ദേഹവും പിന്നെ ജോലിക്കാരും മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് നല്ല സ്നേഹമുള്ള നായ്ക്കളും ഉണ്ട്. വേറെ ആരെയും ഞാൻ കണ്ടില്ല മോളെ എന്ന് പറയണം. അങ്ങനെ രേവതി കുറ്റത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അലീന കേട്ടോ. അതേസമയം നമ്മുടെ അലീന ഇങ്ങനെ സ്റ്റാൻലി ജോസഫിന്റെ വീട്ടിലെ കൊണ്ടേ നിർത്തി എന്നൊക്കെ അറിഞ്ഞല്ലോ രേവതി.
ശേഷം നമ്മുടെ ആന്റി അടുത്തും മംഗളുടെ അടുത്തും പറയുന്നുണ്ട്, അതെ അലീന ചേച്ചിനെ ബാലചന്ദ്രൻ അങ്കിൾ എവിടെയാ കൊണ്ടാക്കിയെന്ന് അറിയാവൂ രണ്ടാൾക്കും. എവിടെയാടി കൊണ്ടാക്കിയതെന്ന് ചോദിക്കുമ്പോ, അതെ ശരിക്കുള്ള അച്ഛനടുത്താ കൊണ്ടാക്കിയത്. ശരിക്കുള്ള അച്ഛനോ? അതെ, അതായത് വൈജയന്തിക്ക് അലീന ചേച്ചി ഉണ്ടായ അലീന ചേച്ചി ശരിക്കും പറഞ്ഞാൽ ഒരാളുടെ ആയതുകൊണ്ടാണല്ലോ അച്ഛനുണ്ടായത്. ഓ, എന്തൊക്കെയാണ് മന്ദബുദ്ധി നീ പറയണത്? ഒരാളുണ്ടായതുകൊണ്ട് അച്ഛനായെന്നോ? അയ്യോ അതല്ല, വൈജയന്തി മേഡത്തിന്റെ പഴയ ലവർ, അതായത് അദ്ദേഹവുമായിട്ട് ഒരുമിച്ച് നിന്നപ്പോഴാണല്ലോ അലീന ചേച്ചി ഉണ്ടായത്. ഓ അങ്ങനെ പറ, അതായത് നമ്മുടെ അലീനയുടെ ശരിക്കുമുള്ള പപ്പ അല്ലേ? അതന്നെ, അദ്ദേഹത്തിന്റെ വീട്ടിലാണ് കൊണ്ടാക്കിയത്. ഓഹോ, അപ്പൊ അലീന അദ്ദേഹത്തെ കണ്ടോ? കണ്ടു. അവിടെ പോണവരെ അറിയില്ലായിരുന്നേ, ഇപ്പഴാ മനസ്സിലായത് പപ്പയാണെന്ന്. ഓ, എന്നിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ എങ്ങനെയാ? ഇവിടുത്തെ പോലെയാണോ? എന്നാലും ഇവിടുത്തെ പോലെ ആയിരിക്കണമെന്നാ ഉദ്ദേശിക്കുന്നത്. അവിടെ വേറെ ആരെയും കണ്ടില്ലെന്നാ അലീന ചേച്ചി പറഞ്ഞത്. അദ്ദേഹത്തിന്റെ എസ്റ്റേറ്റിലാണ് കൊണ്ടാക്കിയത്. അദ്ദേഹത്തിന്റെ പേര് കേൾക്കണോ? ഓ, പേര് കേട്ടാൽ തന്നെ പേടിയാവോ? പേര് പറ. അതൊരു കേണലാ, റിട്ടയർഡായി. പേര് സ്റ്റാൻലി ജോസഫ്. സ്റ്റാൻലി ജോസഫോ? അതേന്നേ. അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ അങ്കിളും ആന്റിയും ഒന്ന് സംശയിക്കുമായിട്ട്, ഇത് നമ്മുടെ എന്നിട്ടിങ്ങനെ ഉദയുടെ മോനെങ്ങനും ആണോ എന്നിങ്ങനെ സംശയിക്കുന്നുണ്ട്. പക്ഷെ രേവതി അടുത്ത് പറയുന്നില്ല കേട്ടോ. അങ്ങനെ അവർക്കും ആ സംശയം ഉള്ളിൻ്റെ ഉള്ളിൽ വരുവാണ്. പിന്നീട് കാണിക്കണതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉദയനെയാണ്. പുള്ളിക്കാരനോട് ഒരു അയൽക്കാരൻ വന്ന് പറയുന്നുണ്ട്, അതെ നമ്മുടെ സ്റ്റാൻലി ജോസഫിന്റെ വീട്ടിലെ ഒരു പെൺകുട്ടിനെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്, എന്താണ് ഏതാണെന്നൊന്നും അറിയത്തില്ല എന്നൊക്കെ പറയണു. ചോദിക്കണതൊക്കെ പറഞ്ഞതേ സ്വന്തം മോളാണെന്നാ പറയണത്. അത് കേൾക്കണ ഉദക്ക് ദേഷ്യം വരണം. ഓഹോ, അപ്പൊ അവൻ അവിടെ പുറപ്പിക്കലും തുടങ്ങിയല്ലേ, ഞാൻ അവിടെ നേരിട്ട് പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് സ്റ്റാൻലി ജോസഫിന്റെ അച്ഛൻ വണ്ടി എടുത്തിട്ട് അപ്പൊ തന്നെ അങ്ങോട്ട് പോവാട്ടോ. ഷർട്ട് പോലും ഇടുന്നില്ലെന്നാ തോന്നണത്. എടാ മക്കളെ വാടാ എന്ന് പറഞ്ഞിട്ട് അഞ്ഞൂറാനെ പോലെ സ്റ്റൈലിൽ അങ്ങോട്ട് പോകുവാണ്. അവിടെ പോകുമ്പോ നേരെ തന്നെ വലിയൊരു ആ ഗണ്ണുണ്ടല്ലോ അതൊക്കെ കൈ പിടിച്ചിട്ടാണ് പോണത്, അങ്ങനെ അലീനെ കാണാനായിട്ട്. അങ്ങനെ അവിടെ എത്തുമ്പോഴേക്കും അലീന ഉമ്മർ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അലീന. ആ ദേഷ്യത്തിൽ വരുന്ന ഔദ നമ്മുടെ അലീനെ കാണുമ്പോഴും മെൽറ്റായി പോകുക കേട്ടോ. അതായത് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വെണ്ണ ഒരുങ്ങുന്ന പോലെ ഒരുങ്ങി പോകുകയാണ്. കാരണം അലീന എന്ന് പറയുന്നത് തന്റെ ഭാര്യ എടുത്തു വെച്ചേക്കണ പോലെ ഇരിക്കുകയാണ്. അതായത് അലീന തന്നെ, അലീനൊക്കെ തന്റെ ഭാര്യയുടെ അതേ മുഖച്ചായ, ചിന്നമ്മയുടെ അതേ മുഖച്ചായ. അങ്ങനെ ഇതൊക്കെ വേറെ ഒന്നും ആലോചിക്കേണ്ടി വരുന്നില്ല. ഇത് തന്റെ കൊച്ചുമകളാന്ന് ആ മുഖം കണ്ടാൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ വെട്ടാനും കുത്താനും ദേഷ്യപ്പെടാനും വന്ന ആള് ദേ നിൽക്കുന്നു. തന്റെ കൊച്ചുമകളെ കാണുമ്പോൾ മെൽറ്റായി നിൽക്കുകയും കെട്ടിപ്പിടിക്കുകയും, നീ എന്റെ കൊച്ചുമകൾ തന്നെയാണ്, നിന്നെ കണ്ടപ്പോൾ എനിക്ക് സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അലീനെ ചേർത്ത് പിടിക്കുകയും ചെയ്യാണ്. അപ്പൊ അങ്ങനത്തെ കുറെ ഭാഗങ്ങൾ നമ്മൾ നാളത്തെ എപ്പിസോഡിൽ കാണാൻ വേണ്ടി പോകുന്നു കേട്ടോ. അതിന് പുറമെ അലീനക്ക് മനുവിനെ വിളിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ്. അങ്ങനെ മനുവിനെ വിളിക്കുമ്പോഴേക്കും നമ്മുടെ സ്റ്റാൻലി ജോസഫ് കൈയോടെ പിടിക്കുന്ന ഒരു ഭാഗമുണ്ട്. അത് ഞാൻ അടുത്ത റിവ്യൂ ആയിട്ട് പറയുന്നതായിരിക്കും കേട്ടോ. എന്തായാലും ഇനി അങ്ങോട്ടേക്ക് നല്ല ത്രില്ലിംഗ് എപ്പിസോഡാണ്. ഈ വൈജയന്തിയുടെ ബാലചന്ദ്രന്റെ വീട്ടിൽ വന്നപ്പോൾ അതിനേക്കാളൊക്കെ ഒരുപാട് ത്രില്ലിംഗ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഇനി ഈ അലീനയുടെ ശരിക്കും പപ്പ ഉണ്ടല്ലോ സ്റ്റാൻലി ജോസഫിന്റെ വീട്ടിൽ പോകുമ്പോണ്ട് കേട്ടോ. അതെങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തരാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.